ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും വീണ്ടും പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നും ഒരു അമ്പലം വ്ലോഗുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് കർക്കിടക സംക്രമല്ലേ. അപ്പോൾ എൻ്റെ വീടിനടുത്തിലെ ഐച്ചേരി അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയതിൻ്റെയും അവിടുത്തെ അന്നദാനത്തിൻ്റെ എല്ലാം കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നത് കേട്ടോ. ഇതാണ് അമ്പലം, ഐച്ചേരി നിറക്കൽ ഭഗവതി കാവ്. അപ്പോൾ ഇത് അച്ഛൻ്റെ മരുമക്കളാണ്, ഉഷേച്ചി, നിമിഷ, നിത്യ. അപ്പോൾ ഉഷേച്ചീൻ്റെ മോള് ഷൈനേൻ്റെ വകയാണ് ഇന്ന് അവിടുത്തെ അന്നദാനം. അപ്പോൾ എല്ലാവരെയും കിട്ടിയ സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഷൈനേൻ്റെ വകയാണ് അന്നദാനം എന്ന് പറഞ്ഞില്ലേ. ഷൈന ആടെ ഭക്ഷണം ഉണ്ടാക്കുന്ന സഹായിക്കുന്ന തിരക്കിലാണ്. ഇതാണ് ഷൈന. അപ്പോൾ ഇവളെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വകയായിട്ടാണ് ഇന്നത്തെ അവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ വിഭവസമൃദ്ധമായ സദ്യ തന്നെയായിരുന്നു. 3 തരം കറിയും പായസമൊക്കെ ചേർന്ന നല്ലൊരു സദ്യ ഉണ്ടായത്. അത് ഷൈനേൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ ആ സാരി കൊടുത്തത്. അപ്പോൾ ഇവർ കുറച്ച് ആണുങ്ങളാണ് മെയിനായിട്ട് വെക്കാനും കാര്യങ്ങളും. അപ്പോൾ ഇവർ ബാക്കിയുള്ളവർ വന്നിട്ട് സഹായിക്കലും കാര്യങ്ങളാണ്. ഇത് ഷൈ ചേച്ചി എൻ്റെ ഒരു ഫ്രണ്ടാണ്. അവിടെ പോയാൽ കുറേ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പറ്റും. ഷൈ ചേച്ചി എല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ടായിന് അമ്പലത്തിൽ, സംക്രമല്ലേ, അതുകൊണ്ടാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിന്. അപ്പോൾ അവിടെ വേറൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് പിന്നെ നിൽക്കുമ്പോഴത്തേക്ക് അച്ഛൻ വന്ന് 2 മരുമക്കളെല്ലാം ചേർത്ത് പിടിച്ച് വീഡിയോ എടുക്കല. അപ്പോൾ ഇത് നിമിഷയും നിത്യയും ഇവർ രണ്ടാളും ഈ ഇളയമേൻ്റെ, ശാരദ ഇളയമേൻ്റെ മക്കളാണ്. അവർ ഏച്ചിയനിയത്തിയാണ്. അപ്പോഴത്തേക്ക് അമ്മയോടുന്നു അബിലിൻ്റെ പ്രസാദമെല്ലാം കൊണ്ടുവന്ന് അപ്പോൾ എല്ലാവർക്കും തന്നപ്പോൾ അമ്മ തിന്നു. അപ്പോഴത്തേക്ക് ചോറിനേണ്ട സമയമായിട്ടുണ്ടായിന്. അപ്പോൾ ഈ അമ്പലം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജിയുള്ളൊരു അമ്പലമാണ്. നമ്മൾ സ്കൂളിൽ പോകുന്ന വഴിക്കായിരുന്നു ഈ അമ്പലം. അപ്പോൾ നമ്മളെപ്പോൾ അമ്പലത്തിൽ തെയ്യം ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം വരും. അപ്പോൾ അവിടെ ഭജന ഉണ്ടാവും, പായസം കഴിക്കും. അങ്ങനെയെല്ലാം നമുക്ക് ഭയങ്കര ഒരു ഓർമ്മകൾ കണക്റ്റ് ആവുന്ന ഒരു അമ്പലമാണ് ഐച്ചേരി കാവ്. ഇപ്പം ഞങ്ങൾ പോകൽ കുറവാണ്. ഇപ്പോൾ എല്ലാവരും ഓരോ സ്ഥലത്തുമായി. അപ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്ന സമയത്താണ് കുട്ടികൾ വന്ന് സ്കൂളിൽ നിന്ന്, നെടുങ്ങ സ്കൂളിലെ കുട്ടികളാണ്. അപ്പോൾ അവരെ കണ്ടാലും നമ്മൾ മാറി നിന്നു. അവർക്ക് വേഗം അവർ പെട്ടെന്ന് തന്നെ വിളമ്പി കൊടുത്തു. കുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകേണ്ടതല്ലേ. അപ്പോൾ അവരെ ഭക്ഷണമെല്ലാം കഴിച്ച് അങ്ങോട്ട് മാറിയ ശേഷമാണ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി നിന്നത്. അപ്പോൾ നല്ല ചോറും പരിപ്പ് കറി, പിന്നെ കൂട്ടുകറി, അവിയൽ, നാരങ്ങക്കറി, വറവ്, പായസം എല്ലാം കൂടി ചേർന്ന് ഭയങ്കര വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ്. ചൂട് ചോറും കറിയും പായസവും എല്ലാം നല്ല രുചിയുണ്ടായിന്. പിന്നെ അമ്പലത്തിലെ ഭക്ഷണത്തിനൊരു പ്രത്യേക രുചിയായിരിക്കുമല്ലോ. ഇത് നമ്മുടെ വയറും മനസ്സും എല്ലാം നിറയുന്ന രീതിയിൽ നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ അവരെന്നെ വിളമ്പുന്നുണ്ടായിന്. ഷൈനയും പിന്നെ ഭാവനയും അതുപോലെ ഷൈ ചേച്ചി അവരെല്ലാം കൂടി തന്നെയാണ് വിളമ്പുന്നുണ്ടായത്. അപ്പോൾ അവർ നമുക്ക് വിളമ്പി തന്നു. അപ്പോൾ ഇരിക്കാൻ സ്ഥലം കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്നിട്ടും അങ്ങനെയല്ല കഴിച്ചത്. അപ്പോൾ ഞാൻ തിന്നുന്ന വീഡിയോ എനിക്ക് നിമിഷം എടുത്തു തന്നതായത്. അങ്ങനെ അമ്മയും ഉഷേച്ചി ഞങ്ങൾ തിന്നതിന് ശേഷമാണ് കഴിച്ചത്. അപ്പോൾ അവർ തന്ന വീഡിയോയും കൂടി കിട്ടിയാലും ഞാൻ പിടിച്ച്. പിന്നെ നമ്മൾ ആ പ്ലേറ്റിൽ തന്നെ പാൽപ്പായസം മേടിച്ചിട്ട് ആ പ്ലേറ്റിൽ തന്നെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ. അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ട് ഇവർ ചിരിക്കലാണ്. എന്നിട്ട് പായസവും കഴിച്ച് പാത്രമെല്ലാം കഴുകി പിന്നെ ഓരോരുത്തരായിട്ട് പോക്കായി. അപ്പോഴത്തേക്ക് വലിയ മെനക്കെട്ടി. ഇത് അച്ഛൻ്റെ മൂത്ത പെങ്ങൾ, മറ്റേ സെറ്റ് സാരി എടുത്തത് ഇളയ പെങ്ങൾ ശാരദയിളയമ്മ. അപ്പോൾ വലിയമ്മയും ഇളയമ്മയെല്ലാം അവർ പോകാൻ വേണ്ടി നോക്കുന്നത്. അവർ നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞുകൊണ്ട് അവർ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നടന്നു. പിന്നെ ശേഷം അമ്മ പോകുന്നത് സ്കൂട്ടിക്കാണ് ആതിരേൻ്റെ കൂടെ. അതുകൊണ്ട് പിന്നെ അമ്മേനെ പറയും, നിങ്ങൾ അവരെ കൂടെയല്ലേ നടക്കണ്ടേ, പെങ്ങന്മാരോ എന്നുവെച്ചാലേ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇവർ കളിയാക്കലാണ്. അപ്പോൾ ആതിരയിലുകൊണ്ട് അവർ സ്കൂട്ടിക്ക് പോയി. അപ്പോൾ ഷൈന തിരക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം അത് നമുക്കൊന്ന് ഷൈനനെ കിട്ടിയത്. ഷൈനയോട് സംസാരിക്കാനേ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അവൾ ഭക്ഷണവും കഴിച്ചില്ല. അമ്മയും ആതിരയും വണ്ടി കയറിയിട്ട് സ്ഥലം വിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഷൈനയും നമ്മളെ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ അവൾ ചോറെടുത്ത് വന്നിട്ട് കഴിക്കാൻ തുടങ്ങി. അന്നേരം ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ചെയ്യുന്ന കണ്ടിട്ട് അവൾ പറയുന്നു, നിങ്ങളെല്ലാം തന്നെ തിന്നാൻ വിടാണ്ട് എല്ലാവരും കൂടി എൻ്റെ വീഡിയോ എടുക്കുന്നത് തിരക്കാമെന്നോ. അങ്ങനെ ഷൈനേൻ്റെ ഭക്ഷണം കയ്യിൽ നടന്നു കൊടുക്കുമ്പോഴത്തേക്കാണ് എൻ്റെ വേറെ 2 ഫ്രണ്ട്സിനെ കിട്ടിയത്, ശില്പേനെയും ദിവ്യേനും. അത് എങ്ങനെ പോയാലും കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ കണ്ടേരം അവരെ ഒന്ന് എടുത്തു. പിന്നെ ഞാനും നിത്യം കുറച്ച് നേരം വെറുതെ റോഡിലൊക്കെ നടന്ന് ബസ് വരേണ്ട സമയമുണ്ടേ. അപ്പോഴത്തേക്ക് ബസ്സിൻ്റെ സമയമായി. ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് മടങ്ങലാന്ന്. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.